യോ ഗൈസ് വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും വീഡിയോ കാണുന്നു. ഒന്നുമില്ല, യൂട്യൂബിലെ ചെറിയ പ്രശ്നങ്ങൾ കാരണം ബാക്ക് വരുന്നതാണ്. അല്ലാതെ നമ്മൾ വീഡിയോ ഇടാനില്ല. വീഡിയോ കുറേ ഷൂട്ട് ചെയ്യണം, പിന്നെ ഇട്ടിട്ട് കാര്യമില്ല എന്ന് കണ്ടുകൊണ്ട് ഞാൻ ഇടാതിരുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വടക്കാഞ്ചേരിയില്ല എരുമപ്പെട്ടി ഭാഗത്ത് നമ്മളെ ചെക്കൻ്റെ ഷോപ്പ് ഇനാഗ്രേഷൻ കഴിഞ്ഞപ്പോൾ അവിടേക്ക് നമ്മൾ പോവുകയാണ്. വണ്ടി ഫുള്ള് സെറ്റാക്കി കൊടുക്കുക. തമ്മിലൂടെ ഇവിടെ പോളീസ് അടിച്ചുകൊണ്ടിരിക്കുക ടയറിന്. ഡാമിയ അതൊക്കെ ഇത് ചെയ്യാനായിക്കണേ, കുഴപ്പമില്ല. ബാക്കി വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നത്. നമുക്ക് 2-3 പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ വേണ്ട, അപ്പോൾ ഒന്നും മതി. കാരണം വെച്ചാൽ ആ വണ്ടീൻ്റെ വീഡിയോ നമുക്കൊന്നും വേറെ ചെയ്യാണ്ട് അവിടേക്ക് പോകേണ്ട വേറെ ആവശ്യമുണ്ട്. വണ്ടി ഒന്ന് വാഷ് ചെയ്തിപ്പോൾ ഇട്ടിട്ടുള്ളൂ, എന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. നമുക്കിപ്പോൾ പോകാനായിക്കണേ. ഇതല്ലാണ്ട് നമ്മൾ കുറച്ച് കളർഫുൾ പരിപാടികളൊക്കെ ഉണ്ട്, കാരണം ക്രിസ്മസ് അല്ലേ. ഒന്ന് വെറൈറ്റി ആക്കാൻ വിചാരിച്ചു. യോ വൈഡിലാകുമ്പോൾ ഒന്നുകൂടി വൃത്തിയില്ലേ, പക്ഷെ ക്ലാരിറ്റി പറയും വൈഡിലാകുമ്പോൾ. നമുക്ക് ഇറങ്ങാലോ അപ്പ ഞാൻ കയറുക. അതെന്ത് പരിപാടിയാ? അപ്പോൾ പോവല്ലേ, എന്നാ അവിടെ നമുക്ക് എണ്ണടിക്കണം. ഇതിൻ്റെ അടുത്ത കപ്പുണ്ട്, എന്നാലും നല്ലപോലെ നമ്മൾ പോയി വരാം. ഓണാക്കണം, ഫാൻ ഓണാക്കണം, മാസ്ക്. നമുക്കപ്പോൾ വഴിയിൽ നിന്ന് ബാക്കി ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എടുക്കാം. എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ഉണ്ടാവും. കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ വണ്ടി ഒന്ന് പുറത്തേക്ക് ഇറക്കണത്. പുറത്തൊരു ഭാഗങ്ങളൊക്കെ പറഞ്ഞാൽ ലോറിയുടെ വണ്ടിയൊക്കെ മനസ്സിലാവുള്ളൂ. ഇത് എത്രത്തോളം മറ്റേ കടലിന് എത്ര ആഴമുണ്ടെന്നത് ഇറങ്ങി നോക്കണം എന്ന് പറഞ്ഞ മാതിരിയാണ്. നമ്മൾക്കിത് ഇറങ്ങി നോക്കണം. നമ്മളതിൻ്റെ ഇങ്ങനെ കൗതുകത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് അതിൽ എല്ലാ ഷോട്ടൊക്കെ എടുക്കാറുണ്ട്. ഒരു ലോഡ് മിനിറ്റ് ആവുന്നതുകൊണ്ട് മാത്രമേ നമ്മളിങ്ങനെ എടുക്കാറുള്ളൂ. ഒക്കെ ആണെങ്കിൽ ആദ്യം കൊണ്ടും ഇതൊക്കെ ഇറങ്ങി പോകും. അവിടെ പോട്ടെ വണ്ടി, താത്ത വണ്ടിയില്ല, അവിടെ പോവാതെ നിൽക്കണം. അത്ര ഹൈറ്റുള്ള വണ്ടി. സമാധാനം. നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കുറെ ഷൂട്ടുകൾ വേറെ ചെയ്യാണ്ട് റാഷിമ്പരൊക്കെ അവിടെ ഇരിക്കണ്ട്. ഞാൻ ശരിക്കും രാവിലെ എത്തണ്ട. നമുക്ക് രാവിലെ അതിൻ്റെ ഒരു ചെറിയൊരു പണി കിട്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പോയി പിന്നെ അതും കഴിഞ്ഞ് വണ്ടികളൊക്കെ ഒന്ന് വാഷ് ചെയ്തിടാണ്. അപ്പോൾ ഓരോന്നും വാഷ് ചെയ്തിട്ട് നമ്മൾ ഇത് കേൾക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല. അതിന് വാഷ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങണത്. ഞാൻ ആകെ വിയർത്തുകിട എന്നുള്ളൊരവസ്ഥ ആയിക്കണം. എന്നിട്ട് ഞങ്ങൾ അതേമാതിരി ഇങ്ങോട്ട് ഇറങ്ങി. എല്ലാവരും ഇന്ന് തന്നെ ഒരു 6 മണി 6:30 ആകുമ്പോൾ 6:30 ആകുമ്പോഴത്തേക്ക് തിരിച്ചിങ്ങോട്ട് എത്തണം. ഇപ്പോൾ ടൈം എത്രയാ? 3:30 4 3 മണി ആയിക്കണം. ഇപ്പോൾ അവിടെ 4 മണിക്ക് പരിപാടി തുടങ്ങുന്നതാണ് പറയാം. എന്താണാവോ, നമുക്ക് അവിടെ എത്തട്ടെ. ഇതിൻ്റെ ഇടയിലേക്ക് എന്തൊക്കെയാണോ എന്തോന്ന് നമുക്ക് കാണാം, കണ്ടറിയാം. എന്താ ചാടിയതാണ് ഓരോ കൊണ്ട് അല്ലാത്ത സാധനം. കുറച്ച് സിമെന്റ് ഇങ്ങോട്ട് ഇറക്കേണ്ടി വരും ഇങ്ങനെ പോയാൽ. സ്നേഹജനങ്ങളെയും ഉദ്ഘാടന വേളയിലേക്കും തുടർന്ന്
മാത്രല്ല ഇതെന്താ റെഡ് നമ്പർ പ്ലേറ്റ്. റെഡ് കളർ രസമുണ്ടല്ലോ, കുഴപ്പമില്ല. എന്തൊക്കെ പണ്ട് എന്താ കാര്യം, സൈലൻസർ ഇല്ല. എന്തിന് ഇത് അതിനൊന്നും വലിയ മനസ്സിൽ. ഇലക്ട്രിക് നെക്സോണിന്റെ കാര്യം പറയുന്നു. ബ്ലോക്ക് നമുക്കാണെങ്കിൽ പ്രൊജക്ട് കാരണം AC കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഇങ്ങനെ ചൂട് എടുത്ത് മാക്സിമം ലൈറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടിട്ട് എല്ലാ സാധനവും ഒഴിവാക്കി. എഞ്ചിൻ നാളെ ഒഴിവാക്കണമെന്ന് പറയുന്നത്. സ്റ്റെപ്പ് ടയർ, വാട്ടർ ടാങ്ക് എല്ലാം ഒഴിവാക്കിക്കണേ. ഇവിടത്തേക്ക് സെറ്റ് സാധനങ്ങൾ, സ്പീക്കർ ഒന്നുമില്ല. നമുക്ക് മെയിൻ നമ്മള് വിചാരിക്കുന്ന ടൈമിൽ മാറി പോകാൻ പറ്റും. ഒഴിഞ്ഞ റോട്ടില് ആരില്ലാത്തപ്പോ ഇതാണ് ഇതിന്റെ രസമുള്ള സൗണ്ട്. എങ്ങനെ പറഞ്ഞുതരാൻ അറിയില്ല. ബോഡിയിൽ കെട്ടിട്ടൊക്കെ കിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ കൊടുത്തിട്ട് പോകണല്ലോ, ഇങ്ങനെ ചിന്നിച്ച് വരണ സൗണ്ടാ. പക്ഷെ നമുക്കിപ്പോ അർജന്റായി പോകണോട്ട് ഒന്നും നടക്കില്ല. കുറച്ച് പേരൊക്കെ ലിഫ്റ്റ് സാഹചര്യം. വണ്ടി ഇപ്പൊ ഒന്നാമത് കൂടുതൽ ലോഡ് കയറി കഴിഞ്ഞാൽ അത് പെട്രോളിന്റെ വിഷയം കൊണ്ടാണ്. സോറി വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ സ്ലോ ആക്കി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. സംസാരിക്കുകയാണെങ്കിൽ സംസാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ഇത് വേറെ സ്ഥലം എന്താവോ? ഈ സ്ഥലത്തിന് വേറെന്താ? എല്ലാരും കാണിക്കട്ടെ കട്ടില്ല. എന്താ നീ അടുത്ത ടീമിനെ കയറ്റണോ? ഇനി കാണുന്ന ടീമിനെ നമുക്ക് കയറ്റണം. രണ്ട് ചക്കന്മാരെ നമ്മളെ കയ്യാട്ടിണ്ട്. നോക്കി നോക്കാം. ഇങ്ങനല്ലടാ കാലറ്റ് കൊടുക്കുക. അതുപോലെ
ശരിക്കും നമ്മളെ ലോഡ് എംപീരിന് നല്ല കിട്ടില്ല കാർബൺ ഫൈബറിന്റെ സ്റ്റാരിങ് രക്ഷയില്ല കേട്ടോ. കാരണം ഈ സാധനം പറഞ്ഞ ഒരു ഫീൽ തന്നെ ഓടിക്കാൻ എല്ലാത്തിനും ഇതിപ്പോ എന്താ പുറത്തെ വണ്ടികളല്ലേ. അങ്ങനെ ജസ്റ്റ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാണ്. നമ്മളപ്പോ ചെക്കുന്ന ഗൾഫിൽ തിരിച്ചാണ് ചെക്കന് പോയിട്ട് മതി തോന്നൂലേ. തിരിച്ചുപോയി പിന്നെ ഇത് 3 ദിവസമായിട്ട് വീട് റാഷിദാന്റെ ബാർ എത്തിയിട്ടുണ്ട്. അങ്ങനെ പരിപാടിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞു. അപ്പൊ കേക്കിന്റെ സമയം കേക്ക് എടുത്തോണ്ടിരുന്നത് നമുക്ക് നേരത്തെ എത്തേണ്ടതുണ്ടെങ്കിൽ എങ്ങനെ അറിയില്ല. ചെപ്പോ അതിന്റെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്രിസ്മസ് അതിന്റെ ഷൂട്ടിങ്ങിനും പോകണം. എല്ലാവരും ഒരു അന്തരീക്ഷം കാണിക്കാം. നല്ല രസമുണ്ടോ? ഇതിന് BGM പറഞ്ഞാൽ BGM ക്യാൻസലാക്കുക. ക്യാൻസലാക്കുക അല്ലെങ്കിൽ നമുക്ക് കോപ്പറേറ്റ് ക്രിസ്മസ് ആയിട്ട് അതിന്റെ ലൈറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് അവസ്ഥ അറിയില്ല. സ്റ്റേഡിയം വീഡിയോ വരും. അപ്പൊ നമ്മള് ഇവിടുന്ന് വില പറയുകയാണ്. നമുക്ക് നമ്മളെ നാട്ടിലേക്ക് എത്തണം. എല്ലാ വീഡിയോസും കലാപങ്ങളും കലാപരിപാടികളും എല്ലാം ഇടയിൽ കൂടെ ഒരാശയ കാണാം. വീഡിയോ എല്ലാവരോടും പോയട്ടാ.
വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ രസമുണ്ട്, അടിപൊളി, നല്ല മന്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ അടിച്ചപ്പോൾ ചില്ലി ചെയ്ത് ശരിക്കും പറഞ്ഞാൽ